തീരത്തിന് സമീപം അറബിക്കടലിൽ ചരക്കുകപ്പൽ മുങ്ങിയ അപകടത്തിന്റെ വിവരങ്ങൾ പൊതുമധ്യത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ടോ എന്ന് ഹൈക്കോടതി. വിവരങ്ങൾ നൽകാൻ സംസ്ഥാന സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. അതേസമയം തീരത്തടഞ്ഞ 44 കണ്ടെയ്നറുകളിൽ 27 കൊല്ലം പോർട്ടിലേക്ക് മാറ്റി. കൊച്ചി തീരത്തെ കപ്പലപകടത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടാണ് TN പ്രതാപൻ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയത്. ഹർജി പരിഗണിച്ച കോടതി കപ്പലപകടത്തിന്റെ വ്യാപ്തി, ആഘാതം എന്നിവ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കാർഗോയിലുണ്ടായിരുന്ന വസ്തുക്കൾ സംബന്ധിച്ച വിവരങ്ങളും അറിയിക്കണമെന്നും വിവരങ്ങൾ പൊതുമധ്യത്തിൽ ലഭ്യമാക്കാനും സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. കപ്പലപകടം സമുദ്ര തീരദേശ ആവാസ വ്യവസ്ഥയെ എങ്ങനെ ബാധിച്ചിട്ടുണ്ടെന്ന് അറിയിക്കണമെന്നും കോടതി പറഞ്ഞു. എന്നാൽ സംഭവത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്വമേധയാ നടപടി തുടങ്ങിയെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ഹർജി 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കും. അതേസമയം കൊല്ലം തീരത്തണിഞ്ഞ 44 കണ്ടെയ്നറുകളിൽ 27 കൊല്ലം പോർട്ടിലേക്ക് മാറ്റി. കണ്ടെത്തിയ 28 കണ്ടെയ്നറുകൾ ശൂന്യമാണ്. 4 കണ്ടെയ്നറുകളിലെ വസ്തുക്കൾ ശേഖരിച്ച് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ചെറിയഴീക്കിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യത്തോടൊപ്പം കശുവണ്ടി ലഭിച്ചു. അപകടത്തിൽപ്പെട്ട കപ്പലിലെ കണ്ടെയ്നറിൽ നിന്ന് കശുവണ്ടി കടലിൽ പോയിരുന്നു. ഇതാണിപ്പോൾ മീൻപിടുത്ത തൊഴിലാളികൾക്ക് മീനിനൊപ്പം ലഭിച്ചത്. 24 കൊല്ലം, കൊച്ചി.